ഹലോ, വെൽക്കം ഔട്ട് ടു ചെക്ക് ചെക്ക്. ഇന്ന് ഞാൻ ആക്ച്വലി ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് ചെയ്യാൻ വേണ്ടി, ലൈക്ക് ഞാൻ എങ്ങനെയാണ് സ്കാൽപ്പ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഞാൻ റെഡിയാക്കുന്നത് സ്കാൽപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രോ ആപ്പാണ്. ഈ ഗ്രോ ആപ്പിൽ ഞാൻ സ്കാൽപ്പർ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ട്. ഈ സ്കാൽപ്പർ എന്ന് പറഞ്ഞൊരു ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്കാൽപ്പറിൽ ആക്ച്വലി നമ്മുടെ എപ്പോഴും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്തിട്ടാണ്. എനിക്ക് എവിടെയാണ് എൻ്റെ പർട്ടിക്കുലർ ഹൈസ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ എൻ്റെ ഇൻഡെക്സും ഞാൻ നോക്കാറുണ്ട്. കാരണം എനിക്ക് കോൾ പ്രൈസ് ആണെങ്കിലും പുട്ട് പ്രൈസ് ആണെങ്കിലും ഞാൻ കൂടുതലും അവിടുത്തെ മണിനേക്കാളും എനിക്ക് ഇൻ ദ മണി ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പം ITM ഓപ്ഷൻസിൻ്റെ പ്രീമിയം കുറച്ച് കൂടുതലാണെങ്കിലും അതിൻ്റെ DK വളരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾ DK നോക്കാതെ ഈ പ്രീമിയം കുറഞ്ഞ ഔട്ട് ഓഫ് ദ മണി നിങ്ങൾ പോയി എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് പൈസ കുറവായിരിക്കാം, പക്ഷേ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു മാർക്കറ്റിൽ ഒരു മൂവ് എഗെയിൻസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലോസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാനും ഒരുപാട് എക്സ്പീരിയൻസ് കൊണ്ട് ഒരുപാട് പൈസ ഇതുപോലെ ലോസ് വന്നിട്ടും ആണ് ഞാൻ പഠിച്ചത്. പക്ഷേ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് ഞാൻ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ബെയറിഷ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ്. കാരണം നമുക്ക് നോക്കുമ്പോൾ പല ഏരിയയിൽ നമുക്ക് കാണാം വളരെ ലോവർ സൈഡിലൊക്കെ നമുക്കിവിടെ പിന്നെ മാർക്കറ്റിൽ നമുക്ക് മൂവ്മെൻറ്റ് നമുക്ക് വളരെ ലോവർ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സുകൾ നമുക്ക് എപ്പോഴും നമുക്ക് സപ്പോർട്ട് ലൈൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് പോവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം ഇപ്പം ഞാൻ നോക്കിയതിൻ്റെ അകത്ത് എനിക്ക് മാർക്കറ്റ് പോയിൻറ്റ്സ് വരുന്നതിൻ്റെ അകത്തുള്ള ഈ ഒരു റീജിയനാണ് ഞാൻ കൂടുതലും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ 59,595 ഒരു റീജിയനിൽ നിന്ന് താഴേക്ക് പിന്നെ പോയിട്ടില്ല. അവിടെ നിന്ന് നമ്മുടെ VMA ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു റീജിയനിൽ നമുക്ക് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ആ ഒരു പാർട്ടിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പാർട്ടാണ് ഞാൻ എൻ്റെ ഒരു സപ്പോർട്ട് ലൈൻ ഇവിടെ നിന്ന് താഴേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ സപ്പോർട്ട് ലൈൻ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ലൈൻസ് പോലെ തന്നെ റെസിസ്റ്റൻറ്റ് ലൈൻസിലാണ് നമ്മൾ ആക്ച്വലി സ്കാൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ 59,662 ഞാൻ എൻ്റെ റെസിസ്റ്റൻസ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അതെൻ്റെ ഒരു സപ്പോർട്ട് ലൈനാണ് ആക്ച്വലി. പക്ഷേ ഈ റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്താണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ വിച്ച് മീൻസ് ഞാൻ ഇത് എൻ്റെ സപ്പോർട്ടായിട്ട് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം 59,662 ഞാനൊരു സപ്പോർട്ടായിട്ട് യൂസ് ചെയ്യും. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ക്യാൻഡിൽ കാണുന്നുണ്ട്, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻട്രി എടുക്കുമായിരുന്നു. പക്ഷേ എനിക്കറിയാം ഇവിടെ ഒരു വലിയൊരു ക്യാൻഡിൽ ഒരാൾ എടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഈ ക്യാൻഡിൽ എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി മാർക്കറ്റ് പോകുമെന്ന് അയാൾക്കറിയാം, ബ്രോക്കറിനറിയാം. അതിനനുസരിച്ച് മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ പോകാൻ സാധ്യത. അപ്പോൾ ഞാൻ ലാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു പൊസിഷനിൽ ഞാൻ എൻ്റെ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് ലൈൻ ഞാൻ വരയ്ക്കാൻ പോകണം. അപ്പോൾ ആ ഒരു 59,699 അല്ലെങ്കിൽ 59,700 ഞാൻ വീണ്ടും ഒരു സപ്പോർട്ട് ലൈൻ വരച്ചിട്ട് ഞാനിതെല്ലാം ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ആ സപ്പോർട്ട് ലൈൻസും റെസിസ്റ്റൻസ് ലൈൻസും നിങ്ങൾക്ക് വരച്ചിട്ട് അതിനനുസരിച്ച് സ്കാൽപ്പ് ചെയ്യാം. കാരണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പം എപ്പോഴും കൂടുതൽ സമയവും പ്രോഫിറ്റിലേക്ക് തന്നെ ആയിരിക്കും കൂടുതലും പോകാൻ സാധ്യതയുള്ളത്. ഇതെല്ലാം സാധ്യതകളാണ്. മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സാധ്യതകൾ ഞാൻ വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഇതുവരെ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഈ ഒരു പെർഫെക്റ്റ് പൊസിഷനിൽ നമ്മൾ നമ്മുടെ ഒരു 59,700 ഒരു പൊസിഷനിൽ നമ്മുടെ ഒരു സപ്പോർട്ട് ലൈൻ ഇത് പൊട്ടിച്ചത് മേപ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഞാൻ എൻ്റെ സപ്പോർട്ട് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യും. അവിടെ നിന്ന് വരുന്ന സ്പൈക്കുകളായിരിക്കും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ സ്പൈക്സ് എവിടെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഈ ഒരു പൊസിഷൻ എൻ്റെ ഡ്രോയിങ്സ് എല്ലാം ഞാൻ വീണ്ടും മായ്ക്കുകയാണ് നിങ്ങൾക്ക് ക്ലീനായിട്ട് ഗ്രാഫ് കാണാൻ വേണ്ടി. അപ്പം ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ട്രെൻഡിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഗ്രാഫ് മൂവ് ചെയ്യുന്നത്. ഇതിനനുസരിച്ചായിരിക്കും ഗ്രാഫ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്ന് മേളിലോട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ടോ പോയാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഈ മൂവ്മെൻറ്റ് നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമുക്കിനിയുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ്. നിങ്ങൾ എത്രത്തോളം പേഷ്യൻസായിട്ട് നിങ്ങൾ ഇത് മുന്നോട്ട് പോകുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റുന്നുള്ളൂ. അപ്പം ഇങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വീണ്ടും നമ്മുടെ സപ്പോർട്ട് ലൈൻ ഒന്ന് നോക്കും, അവിടെ നിന്ന് താഴേക്ക് ബ്രേക്കായി പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കും. ഞാൻ ചെയ്യുന്നതും 1 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പോൾ 1 മിനിറ്റ് ക്യാൻഡിലിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ നിൽക്കുന്നുണ്ടോ, 1 മിനിറ്റ് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഞാനത് നോക്കും. 1 മിനിറ്റ് നോക്കുമ്പോഴും ഇത് 1 മിനിറ്റ് ഇവിടെ കയറി. അപ്പോൾ ഇവിടെ വീണ്ടും ട്രാപ്പിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ താഴേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇവിടെ നിന്ന് പുട്ട് വാങ്ങിക്കും. പക്ഷേ ആ പുട്ട് വാങ്ങിക്കുന്ന ആൾക്കാർക്കെല്ലാം
ഇതുപോലെ ഒരു ട്രാപ്പിൽ അവർ പെടും. കാരണം ക്യാൻഡിൽ നിങ്ങൾ കണ്ടു വീണ്ടും മേലോട്ട് കയറാനാണ് ക്യാൻഡിൽ പോയിട്ടുള്ളത്. അപ്പം ഈ ഒരു സോൺ, ഈ ഒരു പർട്ടിക്കുലർ സോണിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സോണിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അകത്ത് പോയാൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു സ്കാൽപ്പിംഗ് നമുക്ക് അവിടെയാണ് സ്കാൽപ്പ് ചെയ്യുന്നതിൻ്റെ യൂസ് നമുക്ക് ആക്ച്വലി വരുന്നത്. അപ്പം ഈ ഒരു പൊസിഷൻ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് എന്തുമാത്രം അതിൻ്റെ അകത്ത് ലാഭം കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ഞാൻ പറഞ്ഞു, ഷെയർ മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല മൂവ് ചെയ്യുന്നത്. എല്ലാം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലോട്ട് ഓഫ് അതർ തിങ്സ്. ബ്രോക്കറിൻ്റെ രീതി എങ്ങനെയാണ്, ഷെയർ മാർക്കറ്റിൻ്റെ സ്പീഡ് എങ്ങനെയാണ്, എത്രമാത്രം വോളറ്റിലിറ്റി ഉണ്ട്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഞാൻ ഭയങ്കര വലിയ ടേംസുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളും കൂടിയാണ്. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ ഒരു കോൾ ഓപ്ഷൻസ് കൂടുതൽ വാങ്ങിക്കുന്ന ഒരു ഇത് നമുക്കിപ്പോൾ കാണാം അല്ലേ. ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വാങ്ങിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ശ്രമം നമുക്കിത് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം നമ്മളിവിടെ നേരത്തെ നോക്കിയപ്പം ഇവിടെ വലിയൊരു ഫോളാണ് വന്നത്. ഈ ഒരു പൊസിഷനിൽ നിന്ന് വലിയൊരു ഫോൾ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോള് എന്തുമാത്രം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, തിരിച്ചത് പൊങ്ങി തിരിച്ച് കോൾ ഓപ്ഷനിലേക്ക് കയറിയിട്ട് തിരിച്ച് പുട്ടിലേക്ക് വീഴാനുള്ള എത്ര ക്യാപ്ചർ നമുക്ക്. ഞാൻ എന്തായാലും പുട്ട് ഓപ്ഷൻ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ബാങ്ക് നിഫ്റ്റി 59,600 പുട്ട് ഞാനിവിടെ സ്കാൽപ്പിങ്ങിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ പൊസിഷൻ കിട്ടുന്ന ഉടനെ തന്നെ ഞാൻ ആക്ച്വലി അതിവിടെ ബൈ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ബൈ ഓപ്ഷൻ ഞാൻ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു സ്പൈക്കാണ് ആക്ച്വലി ഇവിടെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പൈക്ക് ഞാൻ എൻ്റെ പർട്ടിക്കുലർ ലെവലിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് ആ സ്പൈക്ക് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കും. ഡൗൺഫോൾ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ആക്ച്വലി അത് വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പൊസിഷനിൽ നിന്ന് അത് തിരിച്ച് താഴേക്ക് വന്നു. ബട്ട് സ്റ്റിൽ വി വിൽ വെയിറ്റ്, നമുക്ക് നോക്കാം. കാരണം ഇത് എൻ്റെ രണ്ടാമത്തെ ഒരു ഏരിയയായി മാറി, ഇതെൻ്റെ രണ്ടാമത്തെ ഒരു സപ്പോർട്ട് ഇതായി മാറി. ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്താലേ എനിക്ക് എൻ്റെ സ്കാൽപ്പിംഗ് അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ആക്ച്വലി അവിടെ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് തിരിച്ച് ഈ ഒരു റെസിസ്റ്റൻസ് പോയിൻറ്റിൻ്റെ ആ ഒരു ഭാഗം വരെ അത് എത്താൻ ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നോക്കും. ഇവിടെയൊക്കെയാണ് നമ്മുടെ സ്കാൽപ്പർ അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് പേഷ്യൻസും അതിനനുസരിച്ചുള്ള നമുക്ക് റിട്ടേൺസും കിട്ടുന്നതിൻ്റെ വ്യത്യാസം ഇതാണ്. കുറേ ആൾക്കാർ അക്ഷമരായിട്ട് ഇവിടെ വെച്ച് തന്നെ അത് ചെയ്യും, ഒരുപാട് ഇതുണ്ടാവും. ഇപ്പോൾ വീണ്ടും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് ഈ ഒരു പൊസിഷൻ വരെ എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻട്രി ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു പൊസിഷൻ ആൾക്കാർ കോൾ ചെയ്യുവാണ്, അത്രയും കയറുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ ഈ ഒരു പൊസിഷനിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഒരു നല്ല റൈസ് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ OTM അവോയ്ഡ് ചെയ്തിട്ട് ITM ഇൻ ദ മണി ആയിരിക്കും ഞാൻ കൂടുതലും സെലക്ട് ചെയ്യാൻ സാധ്യത. അപ്പം ഇവിടെ വീണ്ടും ഒരു ഫോൾ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഡ്രാസ്റ്റിക് ഫോളല്ല, ഓരോ റെസിസ്റ്റൻസിനെയും പൊട്ടിച്ച്. അതുകൊണ്ടാണ് നിങ്ങൾ ആക്ച്വലി സപ്പോർട്ട് ലൈൻസ് വരയ്ക്കണം എന്ന് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു സപ്പോർട്ട് ലൈൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, സപ്പോർട്ട് ലൈൻ വരെ ടച്ച് ചെയ്ത് അത് തിരിച്ചു പോയി, വിച്ച് മീൻസ് അവിടെ നല്ല രീതിയിൽ കോളേഴ്സാണ് അവിടെ നല്ല രീതിയിൽ നിൽക്കുന്നത്. അപ്പം ഇവിടെ വീണ്ടും ഒരു സ്പൈക്ക് വരുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ കോളേഴ്സ്, നല്ല രീതിയിൽ സ്പൈക്ക് അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട ഒരു പോർഷനിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി അത് കയറുന്നതായിരിക്കും. അത് ഞാൻ ഈ ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്, ഇത് എൻ്റെ റെസിസ്റ്റൻസ് ലൈൻ വരെ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോവില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പ് നോക്കുകയാണെങ്കിലും അവിടെ ആ റെസിസ്റ്റൻസ് പോയിന്റ് കഴിഞ്ഞിട്ട് ഫോൾ വന്നിട്ടുണ്ട് മാർക്കറ്റ്. അപ്പം ഞാൻ ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഇവിടെ നിന്ന് ആ ഫോൾ നിങ്ങൾ കണ്ടു. അപ്പം ഈ ഒരു ഫോള് ആക്ച്വലി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടാമത് വരുന്നത്. കാരണം അവിടെ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്, ഈ ഒരു റേഞ്ചിൽ ഒരുപാട് സെല്ലേഴ്സ് നിൽക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഈ ഒരു പൊസിഷൻ കഴിഞ്ഞ് മേളിലോട്ട് പോകാൻ ഒരിക്കലും മാർക്കറ്റ് സമ്മതിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പം ഈ ഒരു പൊസിഷനിൽ നമുക്ക് കാണാം ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഉണ്ടാകാനുള്ളൊരു ശ്രമം വരുന്നുണ്ട്. ഈ ഒരു ശ്രമത്തിനെ നമുക്ക് കറക്റ്റായിട്ട് ആ പോയിന്റിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആക്ച്വലി എവിടെയാണ് നമ്മളത് ക്യാപ്ചർ ചെയ്യുന്നതിനുള്ളിലാണ് ആക്ച്വലി കാര്യം. ഇതൊരു ഒരു ലൈവായിട്ടുള്ളൊരു ട്രേഡ് ആയതുകൊണ്ടാണ് ആക്ച്വലി ഇത്രയും സമയം ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് ഞാനത് എങ്ങനെയാണ് കൃത്യമായ ഒരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ആണ് ഞാൻ യൂഷ്വലി ഷോർട്സിലാണ് കൂടുതലും കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ലൈവായിട്ട് നമ്മൾ ആ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ മൊത്തത്തോടെ അത് കാണുക. നമുക്ക് ആ എൻട്രി മനസ്സിലായാലും നമുക്കത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പോയിന്റ്, ഈ 2 ഗോൾഡൻ വര വരച്ചിരിക്കുന്നതാണ് എൻ്റെ ആക്ച്വൽ റെസിസ്റ്റൻസ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം പ്രൈസ് എങ്ങനെയെങ്കിലും ഈ പറയുന്ന പോലെ എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് പ്രൈസ് ഈ ഒരു ലെവൽ വരെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഏരിയ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എൻ്റെ 59,600 പുട്ട് ഞാൻ കയറുന്നതായിരിക്കും.
നമ്മളിപ്പോൾ നോക്കുമ്പോൾ ആക്ച്വലി വീണ്ടും കുറച്ചും കൂടെ ഒരു ചെറിയൊരു ഡിലേ വരുന്നത്. പക്ഷേ ഈ ഒരു പൊസിഷൻ നിങ്ങൾ നോക്കുമ്പം ഈ പർട്ടിക്കുലർ റെസിസ്റ്റൻസ് പോയിൻറ്റ്സുകൾ പാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതൊരു സപ്പോർട്ട് ലെവലായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് ലെവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഓരോ പോയിൻറ്റ്സ്, പിന്നെ ഞാൻ വരച്ചിരിക്കുന്ന ഓരോ പോയിൻറ്റ്സും ആ സപ്പോർട്ട് ലെവൽസാണ്. ഈ സപ്പോർട്ട് ലെവൽസ് ബ്രേക്ക് ചെയ്ത് 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ഈ സപ്പോർട്ട് ലെവൽ കഴിഞ്ഞ് പോയിട്ടില്ല പിന്നെ. വിച്ച് മീൻസ് ഈ പറയുന്ന ലൈൻസിന് നമുക്ക് വിശ്വസിക്കാം. ഈ പറയുന്ന ലൈൻസുകളൊക്കെ നമുക്ക് വിശ്വസിച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിയപ്പോൾ വീണ്ടും ഈ ഒരു 1 മിനിറ്റിനകത്ത് തന്നെ ഈ ക്യാൻഡിൽ ഇതിൻ്റെ താഴെ വന്നിട്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക് തന്നെ പോകാൻ സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആക്ച്വലി മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൻ്റെ ഒരു ഓട്ടം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ആ പറഞ്ഞ ഒരു സപ്പോർട്ട് ലൈൻ അത് കഴിഞ്ഞ് മേപ്പോട്ട് തന്നെ അത് പോകുന്നുണ്ട്. വിച്ച് മീൻസ് കോളേഴ്സ് തന്നെയാണ് ഇപ്പോഴും കൺട്രോളിൽ. പുട്ടിലെ ആൾക്കാർ ഇപ്പോഴും കൺട്രോളിൽ വന്നിട്ടില്ല. കോളേഴ്സ് തന്നെയാണ് ഇപ്പോഴും കൺട്രോളിൽ. അപ്പോൾ നമുക്ക് വേണ്ട ഏരിയയിൽ, അതാണ് ക്ഷമയും പേഷ്യൻസും അതിനനുസരിച്ചുള്ളത് നമുക്ക് റിവാർഡ് ചെയ്യുമെന്ന് പറയുന്നതാണ്. വീണ്ടും കോളേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ബോളിംഗർ ബാൻഡ്സിൻ്റെ എൻ്റെ ഒരു പ്രീവിയസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ അറിയാം. ഇതിൻ്റെ ഡയറക്ഷൻ വീണ്ടും അപ്വേർഡ് ട്രെൻഡിലേക്ക് പോകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും കയറാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പം വൈഡ് ഓപ്പൺഡ് മൗത്ത് ആകുമ്പോഴേക്കും ഇവിടെ കോളേഴ്സ് വരുന്നുണ്ട്, കോളേഴ്സ് കയറുന്നുണ്ട്. ആക്ച്വലി എനിക്ക് എൻട്രി ചെയ്യാനുള്ളൊരു സമയമായിട്ടുണ്ട് ആക്ച്വലി. അപ്പം കോളേഴ്സ് ഇവിടെ നല്ല രീതിയിൽ കോൾ ഓവായി ഭയങ്കരമായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പം അതിനർത്ഥം കോളേഴ്സ് ഒരുപാട് ഇവിടെ കയറുന്നുണ്ട്. ഈ ഒരു പൊസിഷൻ ബ്രേക്ക് ചെയ്ത് എനിക്ക് വേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവലിൽ എത്തുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് എൻട്രി ചെയ്യുന്നതായിരിക്കും. അപ്പം നല്ലൊരു സ്പൈക്ക് എനിക്ക് വേണ്ടത് ആ 1 മിനിറ്റിൽ നല്ല ഒരു സ്പൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പൈക്കിൽ വെച്ചായിരിക്കും ഞാൻ എൻ്റെ എൻട്രി യൂഷ്വലി നടത്താറ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഡൗൺവേർഡ് ട്രെൻഡ് തന്നെയാണ് ഇന്ന്. പക്ഷേ ഈ ഒരു പൊസിഷനിൽ നിന്ന് അതൊരു അപ്വേർഡ് ട്രെൻഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് അത് കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അപ്വേർഡ് ട്രെൻഡ് എനിക്ക് എവിടെ വെച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റ്. ആദ്യത്തെ റിജക്ഷൻ ക്യാൻഡിൽ വെരി ഗുഡ് കയറുന്നുണ്ട്. ആദ്യത്തെ റിജക്ഷൻ ക്യാൻഡിൽ എനിക്ക് എവിടെ കിട്ടും അവിടെ വെച്ച് ഞാൻ എൻട്രി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ റെസിസ്റ്റൻസ് ലൈൻ തൊടുന്നതനുസരിച്ച് തന്നെ ഞാൻ എൻ്റെ പ്രൈസ് നോക്കുന്നു. പ്രൈസ് നോക്കി എനിക്ക് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും എനിക്ക് ഫസ്റ്റ് റെഡ് ക്യാൻഡിൽ കാണുന്നത് ഞാൻ അതിനനുസരിച്ച് ഞാൻ എൻട്രി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു സോൺ ഇത് തന്നെ ആയിരിക്കും ഇപ്പോഴും. ആ ഒരു സോണിന് വേണ്ടി ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്യുകയാണ്. നല്ലൊരു സ്പൈക്ക് കിട്ടിയ സോൺ കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് എൻട്രി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാം കോളേഴ്സ് നല്ല രീതിയിൽ അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ കയറുന്നുണ്ട്, കോളേഴ്സ് കയറുന്നുണ്ട്. അവർ എവിടെ വെച്ചാണോ എനിക്ക് റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത് അവിടെ വെച്ച് ഞാൻ എൻട്രി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നല്ല രീതിയിലൊരു നല്ലൊരു സ്പൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അത് ഒരു റെഡ് ക്യാൻഡിൽ കയറിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ ഇവിടെ നിന്ന് ഞാനത് കയറി. ഓക്കെ, നിങ്ങൾക്ക് കാണാം എൻ്റെ P&L നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എൻ്റെ പ്രോഫിറ്റ് കാണാൻ പറ്റും. വളരെ ചെറിയൊരു സോണിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. എനിക്ക് നല്ല രീതിയിലൂടെ ഒരു ഡിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ക്രോസ് ചെയ്ത് ഇപ്പം ഓക്കെ എൻ്റെ ഫസ്റ്റ് എനിക്ക് ഉള്ള എൻ്റെ ബേസിക് ആയിട്ടുള്ള എൻ്റെ സപ്പോർട്ട് ലെവൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് 1 മിനിറ്റിൻ്റെ താഴെ നിൽക്കുന്നുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. എവിടെ എൻട്രി എവിടെ എക്സിറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കറക്റ്റായിട്ടുള്ള എൻട്രി എടുത്താലും നിങ്ങൾ എക്സിറ്റ് പ്രോപ്പർ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. 268 കാണിക്കുന്നുണ്ട്, 282 കാണിക്കുന്നുണ്ട്, 292 കാണിക്കുന്നുണ്ട്. ഇതുവരെ എൻ്റെ മേളിലത്തെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. വിച്ച് മീൻസ് ഐ എം സ്റ്റിൽ സേഫ്. 241 കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. സെക്കൻഡ് സപ്പോർട്ട് ലെവൽ വീണ്ടും അത് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഞാനൊരു 500 മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഒരു ഇതിൽ നിന്ന് അധികം വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഉള്ള അത് ബ്രേക്ക് ചെയ്തു. അധികം ഞാൻ വെച്ചുകൊണ്ട് നിൽക്കാൻ താല്പര്യം ഞാൻ കാണിക്കുന്നില്ല. കാരണം അത് കൂടുതൽ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റും കൂടെ അവിടെ നഷ്ടപ്പെടും. സെക്കൻഡ് തേർഡ് ആയിട്ടുള്ള എൻ്റെ സപ്പോർട്ട് ലെവൽ അത് ബ്രേക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് പ്രോഫിറ്റ് ഞാൻ എടുക്കുന്നതായിരിക്കും. അതിൻ്റെ അവിടെ ബ്രേക്ക് ചെയ്തോടെ ഞാനത് പ്രോഫിറ്റ് എടുത്തു. ആൻഡ് എൻ്റെ ടോട്ടൽ ഏകദേശം 784 ഓളം എനിക്ക് ടോട്ടൽ പ്രോഫിറ്റ് ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് യൂഷ്വലി ചെയ്യാറ്. അപ്പം ഇവിടെ വെച്ച് എൻ്റെ പൊസിഷൻസ് 784 നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇതാണ് ഞാൻ ആക്ച്വലി നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. താങ്ക്സ് അലോട്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.